സ്തനത്തിലെ മുഴകൾ ക്യാൻസർ ആയതുകൊണ്ട് ക്യാൻസർ അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലാണെങ്കിൽ മാമോഗ്രാം ആവശ്യമെങ്കിൽ കോർ ബയോപ്സി ചെയ്ത് വിലയിരുത്തണം. ക്യാൻസർ അല്ലാത്ത മുഴകൾ ചിലതിന് ഫോളോ അപ്പ് മതിയാവും. ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്തു. അല്ല ഒരു 3 സെന്റിമീറ്ററിന് മുകളിലൊക്കെ ആണെങ്കിൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് നീക്കാം. അത് കഴിയുന്നത്രയും നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് തന്നെ ചെയ്യും. അത് ഡേ സർജറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ക്യാൻസർ ആയ സ്തനത്തിലെ മുഴകളും അതിൻ്റെ മുഴുവൻ വിലയിരുത്തലുണ്ടാവും. നമ്മൾ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. സർജറി പണ്ടത്തെ പോലെ ഇപ്പോൾ സ്തനം മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. കൂടുതലും നമ്മളിപ്പോൾ ബ്രസ്റ്റ് കൺസർവിങ് സർജറി എന്ന് പറയും. അതിൻ്റെ മുഴയും ചുറ്റുള്ള ഭാഗവും എടുക്കും. എന്നിട്ട് സ്തനം നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യും. കക്ഷത്തെ കഴലുകൾ എടുക്കുന്നതും പണ്ട് ക്യാൻസറിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ മുഴുവൻ നീക്കം ചെയ്യുന്നവർക്ക് കയ്യിൽ നീര് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ആ കഴലുകൾ മുഴുവൻ നീക്കം ചെയ്യേണ്ടതില്ല. ഒരു സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി ചെയ്താൽ മതിയാകും.